ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രാഫ്റ്റ് റൂം ടൂർ ആണ്. ക്രാഫ്റ്റ് റൂം ഓർഗനൈസേഷൻ, അതുപോലെ എന്തൊക്കെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് എന്റെ കയ്യിലുള്ളത്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് റൂം ടൂർ ചെയ്യാനായിട്ട് പോകുന്നത്. ഡെസ്ക് മേക്ക് ഓവർ, ക്രാഫ്റ്റ് സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ, ഇതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യും. ഇപ്പൊ എന്റെ ക്രാഫ്റ്റ് റൂം മൊത്തത്തിൽ ഒന്ന് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഓർഗനൈസേഴ്സ് ഒക്കെ എനിക്ക് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ക്രാഫ്റ്റ് റൂം ഒന്ന് ഓർഗനൈസ് ചെയ്യണം. എന്റെ ക്രാഫ്റ്റ് റൂമിന്റെ ഇപ്പോഴത്തെ കോലം ഇതാണ്. ഇതാണ് നമ്മുടെ ഡെസ്ക്. ഒരു പാർട്ട് ഫുള്ളും കുറച്ച് ആക്രി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഡെസ്കിന്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കും. പിന്നെ അവിടെയും തികഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ ക്ലേ മോഡലിംഗ് ടൂൾസ്. ഇതാണ് അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് റൂം. എനിക്കിപ്പോൾ ഒരു ഐഡിയ ഒന്നുമില്ല ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്നൊന്നും. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സ് കിട്ടി, എങ്ങനെയെങ്കിലും ഒന്ന് ഓർഗനൈസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്താലേ എനിക്ക് അടുത്ത ക്രാഫ്റ്റ് വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഉള്ളതെല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുപോകണം. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടുക്കിയെല്ലാം വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് ആദ്യം പുറത്ത് കൊണ്ടുവയ്ക്കാം. സീഷെൽസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് മെർമെയ്ഡിന്റെ തീമൊക്കെ സെറ്റ് ചെയ്യാം. ഇത് ഹാർട്ട് ഷേപ്പ് ക്യാൻഡിലാണ്. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇല്ല. ഇത് ഞാൻ ക്യാൻഡിൽ ചെയ്യാൻ വേണ്ടി കളർഫുൾ ക്യാൻഡിൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ക്യാൻഡിൽസ് ആണ്. എല്ലാം പൊടിയടിച്ചില്ലാതായിപ്പോയി ഹാർട്ടിന്റെ ക്യാൻഡിൽ. ഒരുപാട് വർഷമായത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത ക്യാൻഡിൽസ് ആയിരുന്നേ. പിന്നെ കുറെ സീഷൽസ് കിട്ടിയിട്ടുണ്ട്. ആ സീഷൽസ് മൊത്തം നമ്മൾ ക്യാൻഡിൽസ് ആയിട്ട് എടുത്തു. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ ചാനലിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലാത്തത്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നേരെ കൊണ്ട് ആ ബേസ് ബോൾ എടുക്കപ്പെടാം. ഒരു വീട്ടിൽ പോയപ്പോൾ അവരവിടെ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എടുത്തോട്ടെ, ഞാൻ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. ഇത് ഫുള്ളും പെയിന്റിന്റെ ബോട്ടിൽസ് ആണ്. ഒരുപാട് പെയിന്റ്സ് ഉണ്ട്. ഒരുപാട് വർഷത്തെ കളക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും പെയിന്റ്സും ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഇത് ഫ്രൂട്ട് ഫോം നെറ്റ് ആണ്. നമ്മൾ ഈ കടയിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങില്ലേ, ആ സമയത്ത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പിങ്ക് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അപ്പോഴെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം വന്നിട്ട് പെയിന്റിങ് ബ്രഷസ് ആണ്. പിന്നെ പെയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞില്ലേ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് വർഷമായല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കണം. അങ്ങനെ കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഈ പെയിന്റിങ് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ അക്രിലിക് പെയിന്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യും. നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ട്. എന്തിനാണ് വാങ്ങി വെക്കുന്നതെന്ന് ഒരിതുമില്ല, പക്ഷെ ഇനി ക്രാഫ്റ്റ് ഐറ്റംസ് കണ്ട് അത് വാങ്ങണം. അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. ഒരുപാട് കളറുണ്ട് കേട്ടോ. ഫോം ഷീറ്റ് മാത്രം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ റാപ്പ് ചെയ്യാനായിട്ട് ഡിസൈനർ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിന് പകരം യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കല്യാണ ലെറ്റർ ആണ്, പക്ഷെ ഇത് നമുക്ക് ഡിസൈനർ പേപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡ്. അടുത്ത് ഇതായത് ഇത് ജ്വല്ലറി ബോക്സ് ആണ്, പക്ഷെ അതിനകത്ത് ജ്വല്ലറി അല്ല. ഇതിനകത്ത് പേപ്പർ ക്രാഫ്റ്റ് എന്തെങ്കിലും ആയിരിക്കും. ഒന്നുമില്ലാത്ത കാലിപ്പെട്ടി അല്ല ഇത്. സ്റ്റെൻസിൽസ്, ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഇത് രണ്ടും എനിക്ക് പറ്റാത്ത പണിയാണ്. ഇതൊക്കെ നമുക്ക് യൂസ് ആവും. ഇതിന്റെ അമ്മ ചെയ്തത് എത്രയോ വർഷം മുമ്പ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് എടുത്തിട്ട് ഇതെല്ലാം ഇല്ലാതായിപ്പോയി. ക്രീപ്പി പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതെല്ലാം മിനി ബോട്ടിൽസ് ആണ്. ഒരുപാട് വർഷത്തെ കളക്ഷൻസ് ആണ്. പണ്ട് ഒരു സമയത്ത് ഈ സ്പ്രേ ബോട്ടിൽസിൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ സമയത്തൊക്കെ കൂട്ടി വെച്ചതാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
എംബ്രോയിഡറിയുടെ നൂലും ബാക്കിയൊക്കെയാണ്. നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് പരിപാടി ഇനി വരുന്നുണ്ട്. ഹോം ഡെക്കേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. വേസ്റ്റ് ക്ലോത്ത് റീസൈക്ലിംഗ് അതിൻ്റെ പാർട്ടും നീ ഇറങ്ങും. അത് നമുക്കിനി റീസെൻ്റായിട്ട് ചെയ്യാൻ ഒരുപാടുണ്ടല്ലോ. പേപ്പർ ക്രാഫ്റ്റ് ഉണ്ട്, മിനി ബോട്ടിൽസിൻ്റെ ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ ഡെസ്കിൻ്റെ വെക്കേണ്ട കുറച്ച് ഓർഗനൈസേഴ്സ് സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ക്ലോത്ത് റീസൈക്ലിംഗ് വരും. ആ സമയത്ത് നമുക്ക് ഈ എംബ്രോയിഡറി കൂടി യൂസ് ചെയ്യാം. ഇതെല്ലാം മെറ്റൽ ബാങ്കിൾസാണ്. ബീഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മാലകളെല്ലാം ഇങ്ങനെ കൂട്ടി ചെയ്യുന്നത്. ഇത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുളകാണ്. ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് പോകും. ഒരു കയ്യിൽ എപ്പോഴും വാച്ചായിരിക്കും, ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു വള. അതായിരുന്നു എൻ്റെ സ്റ്റൈൽ. ഇത് കൊള്ളാം. ഇത് എൻ്റെ വേറെ ആരുടെയോ ഒരു കൊള്ളാം. ഇത് ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സാണ്. ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇത് A4 ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്തൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ഹെവി സ്റ്റിക്ക്. ഒരു സോപ്പ് പെട്ടിയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ ഇതിലിങ്ങനെ വയ്ക്കും. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ഗ്ലൂ ഗണ്ണാണ്. കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കൊക്കെ ഈ ഗ്ലൂ ഗണ്ണേ ഒട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് വാങ്ങിയത്. ഇത് പല പല അളവുകളിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് കരിക്ക് കുടിക്കാൻ പോയപ്പോൾ കിട്ടിയ സ്ട്രാ ആണ്. ഞാനിങ്ങനെ എടുത്തിട്ട് വന്നു. ഇത് ഒരുപാട് സ്ട്രാ ആയാലും നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ഇന്ത്യയിൽ 2 ഉള്ളൂ.